ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മസാല ദോശയുടെ വീഡിയോ കണ്ടാലോ. മസാല ദോശ ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചായിരുന്നു ഇതിന് ഫുൾ വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ പണി കിട്ടിയത് എപ്പോഴാണെന്നറിയോ, ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഓൾറെഡി മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടെ, ഇരിക്കുന്നത് ഇരിക്കട്ടെ, നമുക്ക് ബാക്കി കാണിക്കാമെന്ന്. നമുക്കപ്പോൾ ചട്നിയും തുടങ്ങാം. ഇത് നമ്മുടെ സാധാരണ കടുക് പൊടിച്ചുള്ള ചമ്മന്തി ഒന്നുമല്ല കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ജസ്റ്റ് അരച്ചെടുക്കുന്ന ചമ്മന്തി. അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ദോശയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ പുതിയ ദോശച്ചട്ടി കേട്ടോ, മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വലിയ ദോശച്ചട്ടി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ദോശയൊക്കെ ചുട്ട് പരത്തി. ഇവിടെ വരെ എല്ലാം കറക്റ്റായിരുന്നു, വളരെ നൈസായിട്ട് പോയി കണ്ടോ, നല്ല പോലെ പരന്ന ദോശയൊക്കെ കിട്ടി. പക്ഷേ മസാലയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദോശ കുറച്ച് കുളമായി. എന്നൊക്കെ ഇപ്പോൾ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അമ്മയെ അങ്ങ് ഏൽപ്പിച്ചു. അമ്മയാകുമ്പോൾ ചെയ്തോളൂല്ലോ, നമ്മൾക്ക് ആ കഴിവ് അത്രയും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അമ്മ ദോശയൊക്കെ പരത്തി മസാലയൊക്കെ വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ വെച്ച അത്രയും മസാല വെക്കണ്ടായിരുന്നു. ആ മസാലയുടെ വെയിറ്റ് എൻ്റെ ദോശയ്ക്ക് താങ്ങുന്നില്ലായിരുന്നു, അതാണ് അത് കീറിപ്പോയത്. കുറച്ച് മസാല വെച്ചാൽ മതി. മസാലയൊക്കെ വെച്ച് അതിൽ കുറച്ച് നല്ല എണ്ണയൊക്കെ തടവി നെയ്യാട്ടോ. എന്നിട്ട് നമ്മൾ കഴിക്കായിരുന്നു. ഇതാ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തിയും നേരത്തെ ഉണ്ടാക്കി വെച്ച് സാമ്പാറും കൂട്ടിയെന്നൊക്കെ കഴിക്കുന്നത്. എൻ്റെ സൈഡിൽ ഇരുന്ന ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ എന്നെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വീഡിയോ എടുത്തു. വീഡിയോയുടെ മുന്നിൽ ഇരുന്ന് നമ്മൾ കഴിക്കും, അതാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല്. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ല അടിപൊളി മസാല ദോശയായിരുന്നു. ഒരു ചായ കൂടി കൊണ്ടിരുന്നെങ്കിൽ സൂപ്പറായേനെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ കൊതിയൊന്നും വിടില്ല, നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.